രാജ്യം വിട്ടത് അരുൺ ജെയ്റ്റ്ലിയുടെ അറിവോടെയെന്ന് വിജയ് മല്യ. BJP സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ അറിവോടെയാണ് 2016 ഇന്ത്യ വിട്ടതെന്ന് കിങ്ഫിഷർ എയർലൈൻസിന്റെ മുൻ ഉടമയായ വിജയ് മല്യ. ഈ പ്രസ്താവന വലിയ വിവാദമാവുകയും കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരിയുകയും ചെയ്തു. നരേന്ദറുടെ സംവിധാനമൊന്നാകെ അടിയറവ് പറയുന്നവരുടേതായെന്ന് കോൺഗ്രസ് പാർട്ടി വക്താവ് പവൻ ഖേര പരിഹസിച്ചു. നരേന്ദ്രമോദി അല്ല, സറണ്ടർ മോദിയാണ് രാജ്യം ഭരിക്കുന്നതെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്റെ ചുവടുപിടിച്ചാണ് പവൻ ഖേരയുടെ വിമർശനം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അന്നത്തെ ധനമന്ത്രിയുടെ അറിവോടെയാണ് രാജ്യം വിട്ടതെന്ന് മല്യ അവകാശപ്പെട്ടത്. മോദി സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ തുറന്നുപറച്ചിലെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് ഈ വീഡിയോ പങ്കുവച്ചിരുന്നു. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നുവെന്നും തുടർന്ന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുവെന്നാണ് മല്യ വീഡിയോയിൽ പറഞ്ഞത്. രാജ് ഷമാനിയുമായുള്ള 4 മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റ് എപ്പിസോഡിലാണ് അദ്ദേഹം സംസാരിച്ചത്. 2013 ശേഷം ആദ്യമായാണ് മല്യ പരസ്യമായി സംസാരിക്കുന്നത്. എയർലൈനിന്റെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുകയും കുടിശ്ശികകൾ തീർക്കണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയും ചെയ്തു. കിങ്ഫിഷർ വിമാന കമ്പനിക്ക് ഇന്ത്യയിലെ ബാങ്കുകൾ നൽകിയ 9,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ടതിന് മല്യ നിയമ നടപടി നേരിടുകയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കുകൾ 6,200 കോടി രൂപ തിരിച്ചുപിടിച്ചിട്ടുണ്ടെന്ന് മല്യയുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചു. 14,000 കോടി രൂപ തിരിച്ചുപിടിച്ചുവെന്ന സർക്കാരിന്റെ അവകാശവാദം കൃത്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.